ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇത് പതിവ് പോലെ ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ, ഷോർട്സിലേക്ക് എടുത്താണ്. ഇത്തിരി ലേറ്റായി പോയിട്ടോ. തിരക്കുകളും ഓട്ടങ്ങൾക്കും ഒടുവിൽ ഞാനിത് പോസ്റ്റ് ചെയ്യാണ്. നമ്മുടെ പള്ളിയിലെ പെരുന്നാളിൻ്റെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കുട്ടന്മാരുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഓടിപ്പോയി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തെ ബെല്ലൈക്കൺ അമർത്തി നമ്മുടെ തുടർന്നുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഈ കുട്ടന്മാരെയായിട്ട് രാവിലെ സൺഡേ നമ്മുടെ പള്ളിയിൽ തലേദിവസത്തെ പെരുന്നാളിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നല്ല അടിപ്പനായിട്ട് വെടിക്കെട്ടും കാര്യങ്ങളൊക്കെ കണ്ടു നമ്മൾ ആർമാദിച്ച് ഇന്ന് രാവിലെ ആയപ്പോൾ നമ്മുടെ പെരുന്നാൾ കുർബാന കൂടാൻ വേണ്ടിയിട്ട് പോകുന്ന പോക്കാണ് ഈ കാണുന്നത്. അപ്പോൾ ഈ കുർബാന നടക്കുന്ന കൂട്ടത്തിൽ തന്നെ നമ്മുടെ പള്ളിയുടെ അകത്ത് രൂപമുത്തൽ ഇന്നലെ നല്ല തിരക്കായിരുന്നു കേട്ടോ. അപ്പോൾ അത് കാരണം രൂപമുത്തൽ ഇന്നും വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ പൂമാലയിട്ട് രൂപം മുത്താം. അപ്പോൾ നമ്മൾ ഇന്നലെ കയറിയ രൂപവും കാര്യങ്ങളൊക്കെ മുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കുർബാനയുടെ ഇടയ്ക്ക് കുട്ടന്മാരെയും കൊണ്ടൊന്ന് നമ്മൾ ഫാമിലി ആയിട്ട് കയറുന്നതാണ് നിങ്ങൾ കാണുന്നത്. അങ്ങനെ ഞങ്ങൾ രൂപമൊക്കെ മുത്തി. ഇത് എപ്പോഴത്തെ പോലെയും ലോങ് വീഡിയോയ്ക്ക് ഉദ്ദേശിക്കുന്നതല്ല, ഷോർട്സിലെടുക്കും. അപ്പോൾ ഒത്തിരി ഉണ്ടല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ ലോങ്ങിലേക്ക് ആഡ് ചെയ്യുന്നതാണ് നിങ്ങൾ കാണുന്നത്. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. കുർബാനയൊക്കെ കഴിഞ്ഞു. പെരുന്നാൾ കുർബാന ഇതോടുകൂടി കൊടിയിറങ്ങി. ഇപ്പോഴാണ് എനിക്ക് പറ്റിയത്, നേരവും കിട്ടിയത്. അങ്ങനെ ഞങ്ങൾ കുർബാനയൊക്കെ കൂടി ഇനി തിരിച്ച് വീട്ടിലേക്കാണ് കേട്ടോ. നമ്മുടെ പെരുന്നാൾ ഈ കൊടി ഇറക്കും. അപ്പോൾ അതൊക്കെ നിങ്ങളെ കാണിച്ചിട്ട് ഞാൻ നടക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. ഇത് നമ്മുടെ ഡാവിക്കുട്ടൻ ഇട്ടേക്കുന്നത് നമ്മുടെ ജോക്കുട്ടൻ ചേട്ടായുടെ ഫസ്റ്റ് ബർത്ത്ഡേയുടെ കോട്ടും സൂട്ടുമാണ് കേട്ടോ. അത് അയാൾക്ക് ഇപ്പോഴും ഇത്തിരി ലൂസാണ്, കാരണം അയാൾ നമ്മുടെ ജോക്കുട്ടൻ ചേട്ടായിനെ വെച്ച് നോക്കുമ്പോൾ ആളില്ലല്ലോ. അപ്പം അത് അവൻ ഇട്ട് കൊടുത്തു കേട്ടോ. ഭയങ്കര ഞങ്ങൾക്ക് അത് കാണുമ്പോൾ ഒത്തിരി സന്തോഷമാണ്. നമ്മുടെ കസിൻസിനും ഫ്രണ്ട്സിനും ഒക്കെ ഇത് കാണുമ്പം കണക്ട് ചെയ്യാൻ പറ്റും ഇത് ജോക്കുട്ടൻ ഇട്ട ഡ്രസ്സാണെന്ന്. അപ്പോൾ ഞാൻ അതുകൊണ്ടിട്ടാണ് കേട്ടോ വീഡിയോയിൽ എടുത്ത് പറഞ്ഞതേ. ഇടയ്ക്ക് വീഡിയോ എടുക്കുന്ന കാര്യം തന്നെ ഞങ്ങൾ വർത്താനത്തിൻ്റെ ഇടയിൽ മറന്നുപോയി. പരിചയക്കാരെ കാണുമ്പോഴും കുശലവും പറച്ചിലൊക്കെ ഇടയിൽ വീഡിയോ എടുക്കുന്ന അയ്യോ എന്ന് ഓർത്തിട്ടാണ് കേട്ടോ പിന്നെ എടുക്കുന്നത്. അങ്ങനെ നമ്മൾ പള്ളിയിൽ നിന്ന് ഇറങ്ങി തിരിച്ച് വീട്ടിലേക്ക് പോകുന്നതാണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. അപ്പോൾ കുർബാന നമ്മുടെ പെരുന്നാൾ കുർബാന കഴിഞ്ഞു. ഇനി വൈകുന്നേരം വലിയ പ്രദക്ഷിണം ഉണ്ട് കേട്ടോ. അപ്പോൾ അതിന് വരാൻ പറ്റുമെന്നാണെങ്കിൽ വരണം. പിള്ളേരെ കൊണ്ടുവന്ന പ്രദക്ഷിണവും കാര്യങ്ങളും പിന്നെ ചെണ്ടകൊട്ടും ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ കൊച്ചുപള്ളി. അപ്പോൾ ഇവിടെ ബ്ലോക്ക് ആയത് കാരണം ഞങ്ങൾ ഇങ്ങനെ തിരിച്ച് വണ്ടി എടുക്കുന്നതാണ് നിങ്ങൾ കണ്ടത്. രാത്രി കാണാൻ നല്ല ഹൈലൈറ്റ് ആണ് കേട്ടോ. നല്ല ഭംഗിയായിരുന്നു പള്ളിയുടെ ഒരു വ്യൂ തന്നെ. അപ്പോൾ നമ്മൾ അങ്ങനെ വൈകുന്നേരം വന്നിട്ട് പൊരിയും അതും ഇതൊക്കെ വാങ്ങിക്കാനൊക്കെ പറയുന്നേ. അങ്ങനെ ജിത്തുവൊക്കെ നമ്മുടെ ജോക്കുട്ടൻ ചേട്ടായിക്ക് ഇന്നലെ പൈസയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതെന്തെങ്കിലും പൊരിയും അതും ഇതൊക്കെ വാങ്ങിക്കുന്നു പറഞ്ഞു. അപ്പോൾ ഇന്ന് വൈകുന്നേരം വാങ്ങിക്കാമെന്ന് പറഞ്ഞ് പ്ലാൻ ചെയ്തിട്ടാണ് കേട്ടോ ഞങ്ങൾ തിരിച്ചങ്ങോട്ട് പോകുന്നത് തന്നെ. കാരണം കുർബാന കഴിഞ്ഞിട്ട് നല്ല വിശന്നിരിക്കുകയാണ്. ഇനി വീട്ടിൽ പോയി ഫുഡ് അടിയാണ് മെയിൻ, വേറെ പരിപാടിയൊന്നുമില്ല. ഇന്ന് വീട്ടിലെല്ലാവരും കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മുടെ തോപ്പുംപടിക്കയിലാണ് നമ്മൾ നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ വഴി നമ്മുടെ കൊച്ചുപള്ളി ഈ റോഡ് മെയിനായിട്ട് ഇവിടെ നമ്മുടെ സെബസ്റ്റ്യാനസിൻ്റെ സ്റ്റാച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ വന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കണം. അപ്പോൾ അത് മുഴുവൻ ഡെക്കറേറ്റ് ആണ് കേട്ടോ. രാത്രി കാണാൻ നല്ല ഭംഗിയാണ്. ഇന്നലെ നിങ്ങൾ കണ്ടതുപോലെ തന്നെ വീഡിയോ കാണാത്തവരുണ്ടെന്നാണെങ്കിൽ ശനിയാഴ്ചത്തെ വീഡിയോ പോയി കാണുക കേട്ടോ പെരുന്നാളിൻ്റെ. അപ്പോൾ ഞങ്ങൾ അതിനകത്ത് കാണിച്ചിട്ടുണ്ട് വഴിയിലൊക്കെ പ്രദക്ഷിണവും കാര്യങ്ങളൊക്കെ പോകുന്നത്. ഇത് വന്നിട്ട് നമ്മൾ വീട്ടിൽ വന്നിട്ട് അപ്പവും ഇഷ്ടമായിരുന്നു. പിന്നെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. നമ്മൾ അവിടെ നിന്ന് എടുത്ത ഫോട്ടോസും കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത് കേട്ടോ. ഫുഡ് കഴിക്കുന്നതിൻ്റെ കാര്യങ്ങളൊക്കെ ടയേർഡ് ആയതുകൊണ്ടും പിന്നെ ഇവന്മാരുടെ പുറകെ നടന്നൊന്നും നമുക്ക് അങ്ങനെ വലുതായിട്ട് എടുക്കാൻ പറ്റിയില്ല. അത് കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ ജോക്കുട്ടൻ ചേട്ടായിക്ക് ഷൂ വാങ്ങിക്കണം എന്ന് പറഞ്ഞ് ജോക്കുട്ടൻ ചേട്ടായിക്ക് ജിത്തുവങ്ങ് കൊടുത്ത പൈസയിൽ ഷൂ മതി മമ്മി എന്ന് പറഞ്ഞിട്ട് നമ്മൾ തോപ്പുംപടിയിൽ ഇതിൻ്റെ ഷോർട്സ് നിങ്ങൾ കണ്ടതാണ്. നമ്മളൊരു 5-6 കടയിൽ കയറി ഇറങ്ങി അവസാനം ഇങ്ങനെ ഒട്ടിക്കുന്ന ടൈപ്പ് അതിനൊരു പേര് പറഞ്ഞു കേട്ടോ. ഞാൻ ഷോർട്സിൽ പറഞ്ഞിട്ടുണ്ട്, ലൂക്കാറോ അങ്ങനെ എന്തോ എനിക്ക് അറിയില്ല കേട്ടോ. അറിയാത്ത കാര്യം നിങ്ങൾ പറയാൻ നിൽക്കരുതല്ലോ. അപ്പോൾ അങ്ങനെ അവസാനം 5-6 കടയിൽ കയറിയിട്ട് നമ്മൾ ഇന്ന കടയിൽ നിന്ന് കിട്ടിയെന്നും പറഞ്ഞ് ഞാൻ ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതും കാണാത്തവർ പോയി കാണുക. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾ ലൈക്കിലൂടെയും കമൻറ്റിലൂടെയും അറിയിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ജോക്കുട്ടൻ ചേട്ടാക്കി ഇവിടെ നിന്ന് നമുക്കിങ്ങനെ നമ്മൾ 5-6 ഡ്രസ്സ് ചെരുപ്പും കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്ത് നോക്കി. അവസാനം ഇത് മാത്രമേ ഇഷ്ടപ്പെട്ടുള്ളൂ. പക്ഷേ അത് പോരാന്ന് തോന്നിയിട്ട് നമ്മൾ അടുത്ത കടയിൽ കയറിയേക്കുന്നതാണ് നിങ്ങൾ കണ്ടത്. ഇത് മാർസൻ്റെ ഇപ്പുറമുള്ള കടകളാണ് കേട്ടോ. നമ്മൾ നിരത്തി പിടിച്ച് തന്നെ ഒരു ചെരുപ്പിൻ്റെ കട ഷോപ്പ് ഉണ്ട് അവിടെ നിരത്തി. അപ്പോൾ അവിടെ പോയി ആ ഒരു ചെറിയൊരു മിററിൽ കൂടി ഞങ്ങളെ കാണുന്നുണ്ട് ജോക്കുട്ട എന്നൊക്കെ പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് ഷോയൊക്കെ കാണിച്ചു. ഷോ അല്ല കേട്ടോ, വീഡിയോ ഒക്കെ എടുത്ത്. പിന്നെ അടുത്ത കടയിൽ നമ്മുടെ തോപ്പുംപടി ഇപ്പുറത്തെ സൈഡ് ചലങ്കയുടെ ഓപ്പോസിറ്റുള്ള സൈഡിൽ കടയിൽ വന്നപ്പോഴേക്കും നമ്മൾ ഉദ്ദേശിച്ച സാധനം കയ്യിൽ കിട്ടി. ഇന്നത്തെ ദിവസത്തെ ഡേ ഇൻ മൈ ലൈഫ് പോലെ എല്ലാ കാര്യങ്ങളും നമ്മൾ അപ്ഡേറ്റ് ആയിട്ട് ചെയ്തതെല്ലാം തന്നെ ഉണ്ട് കേട്ടോ.
നമ്മൾ ഉദ്ദേശിച്ച ബഡ്ജറ്റിലും ഇത്തിരി കുട്ടി പോയി കേട്ടോ. അപ്പം അത് കാരണം എന്തായാലും കഷ്ടപ്പെട്ട് 5-6 കടയിൽ കയറി കിടന്ന് കിട്ടിയതല്ലേ, ഡാഡി എന്തായാലും പേ ചെയ്യാമെന്ന് പറഞ്ഞ് ഞങ്ങൾ ഇത്തിരി നേരം ലേറ്റ് ആയിട്ട് ഞങ്ങൾ അവസാനം പേയ്മെൻറ്റ് ചെയ്ത് ഇത്തിരി പോസ്റ്റായി കേട്ടോ, ഇച്ചിരി നേരം. അങ്ങനെ നമ്മൾ ഗൂഗിൾ പേയിൽ പൈസയും കാര്യങ്ങളൊക്കെ ഇടിയിപ്പിച്ച് അങ്ങനെ ഞങ്ങൾ അവസാനം അത് വാങ്ങിച്ച് ഈ കടയിൽ നിന്നാണ് കേട്ടോ നമ്മൾ ഇറങ്ങുന്നത്. എപ്പോഴും നമ്മുടെ വീട്ടിൽ എന്ത് പരിപാടി ഉണ്ടായാലും ബിരിയാണി ഇല്ലാത്തൊരു പരിപാടിയില്ല. ഇപ്രാവശ്യം ഞാൻ അമ്മേനോട് പറഞ്ഞു നമ്മൾ മാറ്റി പിടിക്കാം, വേറെ എന്തെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, നമുക്ക് നോർമൽ ചോറും കറിയൊക്കെ ആയ എങ്ങനെയുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ഇറച്ചിച്ചോറ് കണക്ക് ബീഫ് കറി ഉണ്ടായിരുന്നു, മൂരിയാറ്, പപ്പടം, ക്യാബേജ്, അങ്ങനെ നമ്മൾ പച്ചക്കറി വിഭവമായിട്ട് ഞങ്ങൾക്ക് നോൺ വെജ് കഴിക്കാൻ ഒട്ടും താല്പര്യം ഉണ്ടായില്ല, പ്രത്യേകിച്ച് ബിരിയാണി വേണ്ടാന്നായിരുന്നു കേട്ടോ. അങ്ങനെ വൈകുന്നേരമൊക്കെ ആയപ്പോഴേക്കും ഫുഡൊക്കെ കഴിച്ചിരുന്ന് അങ്ങനെ ഇത്തിരി നേരമൊക്കെ കിടന്നൊക്കെ കഴിഞ്ഞപ്പോഴേക്കും കുഞ്ഞിപ്പെണ്ണും ദീവമ്മായൊക്കെ പ്രദക്ഷിണം കാണാനും കൂടാനും ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അവരായിട്ട് നമ്മുടെ കുട്ടന്മാരും അപ്പാപ്പനും ഒക്കെ കളിയാണ്. കുറച്ച് കഴിഞ്ഞിട്ട് റെഡിയായി ഞങ്ങൾ അവരുടെ കൂടെ പള്ളിയിലേക്ക് പോകുന്നതാണേ. അപ്പോൾ അവരും വരുന്നുണ്ട്. അപ്പോൾ അൺഫോർച്ചുനേറ്റ്ലി ഞാനും നമ്മുടെ കുഞ്ഞിപ്പെണ്ണും കൂടി ഇട്ട ഡ്രസ്സ് സെയിം കളർ സെയിം പാറ്റേൺ കേട്ടോ. അപ്പോൾ ഞാൻ കുഞ്ഞിപ്പെണ്ണോട് പറയുകയാണേ, കുഞ്ഞിപ്പെണ്ണ നമുക്ക് ഇന്ന് എന്തായാലും ഒരു ഡാൻസ് വീഡിയോ അല്ലെങ്കിൽ റീൽ എന്തെങ്കിലും എടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ പോകുന്നത്. എനിക്ക് മിക്കപ്പോഴും അവൾ എൻ്റെ സെറോസ്കോപ്പ് ചെയ്യാൻ തോന്നിയിട്ടുണ്ട്, കാരണം അവൾ അമ്മയുടെ കണക്ക് ഇരിക്കുന്ന കാരണം എവിടം കൊണ്ടൊക്കെയോ. അപ്പോൾ ഇത് നമ്മുടെ ജിത്തോങ്ക നമുക്ക് അവിടെ പ്രദക്ഷിണം തുടങ്ങിയിടി, ഇവിടെ ചെണ്ടകൊട്ടും മേളമൊക്കെ നമ്മുടെ ഇവിടുത്തെ നമ്മുടെ അഞ്ജലിയുടെ അവിടെ തുടങ്ങിയിട്ടുണ്ട്, വായു എന്നും പറഞ്ഞ് വിളിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ ഇറങ്ങുന്നതാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ നമ്മൾ പള്ളിയിലോട്ട് എത്തി. ഇത് ക്രോസ് ചെയ്ത സമയത്ത് ഫോൺ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിപ്പോയതാണേ. അപ്പോൾ ഞങ്ങൾ ക്രോസ് ചെയ്ത് പള്ളിയിലേക്ക് കയറിയില്ല കേട്ടോ. പള്ളിയിൽ ഒരു മനുഷ്യനുണ്ടായില്ല, കാരണം എല്ലാവരും പ്രദക്ഷിണം കയറിയിട്ടില്ല, നല്ല തിരക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് ഞാൻ നമ്മുടെ ജോക്കുട്ടൻ ചേട്ടായി ഫസ്റ്റ് ബർത്ത്ഡേ ആണോ അവനായിട്ട് കയറിയതാണ് ഡാ. ഇപ്പോൾ നമുക്ക് ഹെൽത്ത് ഇഷ്യൂവും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടിട്ട് എൻ്റെ സർജറിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുന്നതുകൊണ്ട് എനിക്ക് കയറാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ അത് കാരണം നമ്മളിങ്ങനെ സൈഡിൽ നിന്ന് പ്രദക്ഷിണം പള്ളിയിലേക്ക് കയറുന്നത് കാണുന്നത് നമ്മുടെ തോപ്പുംപടി അമ്മയുടെയൊക്കെ വീടിൻ്റെ അവിടെ നിന്നാണ് കാണുന്നത്. അപ്പം എൻ്റെ ഫോണിൽ ഞാൻ പ്രതീക്ഷിക്കാതെ ഫോണിൽ ചാർജ് ഞാൻ റീൽസും കാര്യങ്ങളൊക്കെ എടുത്തായിരുന്നു കുഞ്ഞിപ്പെണ്ണിനെയായിട്ട്. അത് കണ്ടിട്ടുണ്ടെന്നാണെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്യാം കേട്ടോ. അപ്പോൾ പ്രദക്ഷിണ സമയമായപ്പോഴേക്കും എൻ്റെ ഫോണിലെ ചാർജൊക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞു, ഓഫായി കേട്ടോ. അപ്പോൾ അത് കാരണം എനിക്ക് ഒത്തിരി വീഡിയോസും കാര്യങ്ങളും ഭയങ്കര ലെങ്തി ഒത്തിരി കാണാനൊക്കെ ഉണ്ടായിരുന്നു. ഇങ്ങനത്തെ സ്റ്റാച്യു രൂപങ്ങളൊക്കെ ഒത്തിരി ഉണ്ടായിരുന്നു. അപ്പം അതൊന്നും കാണാൻ പറ്റിയില്ല കേട്ടോ, മിസ്സായിട്ട്. ഇതൊക്കെ ഇരുട്ടത്തായിപ്പോയി, എനിക്ക് ഫ്ലാഷ് ഓൺ ചെയ്യാൻ പറ്റിയില്ല, ചാർജ് ഉണ്ടായില്ല ഫോണിൽ. അങ്ങനെ നമ്മൾ കുറേ നേരം നിന്ന് രൂപം മുത്തി നേർച്ചയിട്ടു, പള്ളിയിൽ കയറി. ഒത്തിരി നേരം കഴിഞ്ഞിട്ട് നമ്മൾ ആണ് കേട്ടോ പള്ളിയിലേക്ക് നമ്മൾ കയറുന്നതാണ്, രൂപത്തിൻ്റെ അവസാനം കയറുന്നതാണ്. നമ്മുടെ പ്രദക്ഷിണത്തിനൊപ്പം കയറി കുട്ടന്മാരായിട്ട് ഇരുന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അങ്ങ് ഇറങ്ങി കേട്ടോ, കാരണം ഭയങ്കര ടയേർഡായിരുന്നു. ഇനി ഇവിടെ വേസ്പരയും ആരാധന അങ്ങനെയൊക്കെയാണ്, വെടിക്കെട്ടും ഒരു ചെറിയ രീതിയിലൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ കണ്ടിട്ടൊക്കെ അങ്ങനെ ഇരുന്നിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകും കേട്ടോ. വീട്ടിലേക്ക് പോകാൻ പ്ലാൻ ചെയ്തിട്ട് അപ്പം അമ്മാമ്മ പറഞ്ഞു നമുക്ക് എന്തായാലും ഒരു ജ്യൂസ് കുടിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞ് നമ്മൾ പള്ളുരുത്തി പോയി. ഡാഡി വന്നിട്ടുണ്ടായിരുന്നു, ഡാഡി കൊണ്ടുവന്ന് ഞങ്ങളെ പള്ളുരുത്തി പാക്കിയിട്ട് നമ്മൾ തിരിച്ച് വരുന്ന വഴി ഡാഡി ജയേഷ് അങ്കിളിനെ എടുക്കാൻ പോയേക്കാണേ. അപ്പോൾ അങ്കിളിനെ തിരിച്ച് കൊണ്ടുവന്ന് വരുന്ന വഴി നമ്മളെ പിക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇത്തിരി നേരം ഞങ്ങൾ പോസ്റ്റായി, ഒരു 10-25 മിനിറ്റ്. അങ്ങനെ ഞങ്ങൾ അപ്പുറത്തെ അമ്പലത്തിലെ പറമ്പിൽ കയറി നമ്മുടെ SPD ആ പറമ്പിൽ കയറി കുറച്ച് നേരം അങ്ങനെ ഇരുന്നിട്ട് നമ്മളങ്ങ് തിരിച്ചു പോകുന്നു കേട്ടോ, പാർസലൊക്കെ വാങ്ങിച്ച്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ. ഇപ്പോൾ ഈ വീഡിയോ ലേറ്റായിട്ട് ഇട്ടതിന് സോറി. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ലേറ്റായിട്ട് ഇട്ടെന്ന് വിചാരിച്ച് കാണാതിരിക്കരുത്, പോയി കമൻറ്റും ലൈക്കും ഒക്കെ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം കേട്ടോ. എല്ലാവർക്കും ബൈ ബൈ, താങ്ക് യു.